പൊതുസമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. അതിൽ പറഞ്ഞതിൽ രണ്ട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉന്നയിച്ച വിഷയത്തിൽ കഞ്ചാവ് എന്ന മയക്കുമരുന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 1 കിലോന് താഴെയുള്ളത് ജാമ്യം കൊടുക്കാവുന്ന ഒരു വകുപ്പ്. അത് 1 കിലോയുടെ താഴെ വരെ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ നിലവിലെ നിയമപ്രകാരം ജാമ്യം കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു സെൻട്രൽ ആക്റ്റാണ്, NDPS ആക്ട്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റങ്ങൾ നമ്മളെപ്പോഴും താരതമ്യം ചെയ്യുന്നത് നമ്മുടെ കേരളത്തെ മാത്രമാണ്. പക്ഷേ പുറത്തുള്ള സ്റ്റേറ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് അവിടെ ഒരു വലിയ കുറ്റകൃത്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അതിനൊരു കാരണമായിട്ട് പലരും പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞുള്ള രാസലഹരി, ഇപ്പം നമ്മൾ പറഞ്ഞുള്ള കുറേ പേരുകൾ പറഞ്ഞല്ലോ, രാസലഹരി, അതിനെ സംബന്ധിച്ച് ഇപ്പം ഈ പറഞ്ഞത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അത് എനിക്ക് തോന്നുന്നത് അത് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു MDMA എന്ന് പറയുന്നത് അത് ഏകദേശം 0.5, അതായത് ചെറിയ 1/2 ഗ്രാം കൈവശം ഉണ്ടെങ്കിൽ അതിനെ മേലേക്കുണ്ടെങ്കിൽ മീഡിയം ക്വാണ്ടിറ്റി കേസാണ്. അത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ്. അപ്പം കഞ്ചാവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത് ചെറിയ ശിക്ഷ കുറഞ്ഞ ഒരു വകുപ്പാണ് എന്ന് തോന്നുന്നത്. ഇപ്പോൾ അടുത്ത കാലത്താണ് കുറച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ നടന്നത്. അതിൻ്റെ പേരിലാണ് പൊതുജനങ്ങളും മാധ്യമങ്ങളൊക്കെ ഇതിൽ സജീവമായിട്ട് ഉത്കണ്ഠാകുലരായിട്ട് നോക്കി കാണുന്ന ഒരു സാഹചര്യം വന്നത്. അതിനു മുൻപും നമ്മൾ ഇഷ്ടംപോലെ കേസുകൾ, പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും മറ്റ് നാർക്കോട്ടിക് ഏജൻസികളാണെങ്കിലും കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ അല്ലെങ്കിൽ പൊതുജനം ഇത്തരം ഒരു വിഷയത്തിലേക്ക് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ 10 ഗ്രാം കഞ്ചാവ് പോലും എടുത്താൽ പോലും അത് പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു മാറ്റമാണ്. പക്ഷേ മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ വലിയ കിലോ കണക്കിന് കഞ്ചാവ് എടുത്തെങ്കിലും പത്രത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ചാനലുകളുടെയോ ചെറിയൊരു കോണിൽ മാത്രമേ ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ മാറ്റം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. പിന്നെ സാറ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അധികാരികൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് നിയമം കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായിട്ടും ഇത്തരം സംഗതികൾ ഒരു കുറ്റകൃത്യത്തെയും തടയാൻ കഴിയുകയില്ല. അത് പരമപ്രധാനമായിട്ട് അത് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ശ്രദ്ധ മാത്രമാണ് അതിന് തീർത്തും ഒരു പരിഹാരം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു കാലഘട്ടത്തിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. അതെന്താ വെച്ചാൽ നമ്മളെ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ഈ സിഗരറ്റ് വലി നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ദോഷമായ ഒരു കാര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അമ്മയെ അല്ലെങ്കിൽ മറ്റുള്ള മുതിർന്ന ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബോധം ഉണ്ടാക്കി തീരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തായാലും നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ പ്രായത്തിലുള്ള ആളുകളാരും വളരെ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ ചെറിയ കുട്ടികൾ വരെ പുകവലിക്കുന്ന ശീലമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലേക്ക് അത് തെറ്റല്ല എന്നുള്ളൊരു ബോധം വരുന്നത് കൊണ്ടാണ്. അപ്പം പോലീസോ എക്സൈസോ മാത്രം ഇത് വിചാരിച്ചിട്ട് കാര്യമില്ല, പൊതുസമൂഹവും കൂടി വളരെ ജാഗ്രതയോടുകൂടി ഇതിൽ ഇടപെട്ടാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിർത്താൻ കഴിയുള്ളൂ.